മണിക്കൂർ ഉറങ്ങണം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ ജനിച്ച ഉടനെ ആണെങ്കിൽ അവർ ഏതാണ്ട് ഒരു 22 മണിക്കൂറോളം ഉറങ്ങിയിരിക്കും. കുഞ്ഞുങ്ങളുടെ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് നല്ലതായിട്ട് ഭക്ഷണം കൊടുത്ത് നന്നായിട്ട് കളിച്ച് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന കുഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ക്ഷീണിച്ച് ആൾ ഉറക്കത്തിലേക്ക് സ്വാഭാവികമായിട്ട് പോകുന്നൊരു കാര്യമാണ്. നമ്മൾ അതിനെ തല്ലി ഉറക്കേണ്ട യാതൊരു ആവശ്യമില്ല. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വിശപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഓബിയസ്ലി ഉറങ്ങിക്കോളും. അതല്ലെങ്കിൽ നന്നായിട്ട് കളിച്ച് നല്ല ആക്റ്റീവായിട്ട് കുഞ്ഞ് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്ഷീണിച്ച് ഉറങ്ങുന്നൊരു രീതിയുണ്ട്. എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ ജനിച്ച ഉടനെ ആണെങ്കിൽ അവർ ഏതാണ്ട് ഒരു 22 മണിക്കൂറോളം ഉറങ്ങിയിരിക്കും. കാരണം ഉറങ്ങുന്ന സമയത്താണ് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് പ്രക്രിയ നടക്കണമെന്നുണ്ടെങ്കിൽ വളർച്ച നടക്കുന്നത് ശരിക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആദ്യ ദിവസങ്ങളിൽ ഉറങ്ങുന്ന ഈ 22 മണിക്കൂർ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോഴും ഗ്രാജുവലി കുറഞ്ഞ് അത് ഇപ്പം നമ്മൾ ഒരു റഫ് ടൈം പറയുകയാണെങ്കിൽ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 10 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കണം. അതിൽ ഒരു കുറവും വരുത്തരുത്. അപ്പോൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 10 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. 10 വയസ്സിന് മേലെ, അപ്പോൾ ഉദ്ദേശം നമുക്ക് ഒരു 5ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളാകുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പഠിക്കാനും കുറച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിനിമം ഒരു 8 to 10 hours അവർ ഉറക്കിയിരിക്കണം. ഇനി കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരിപ്പോൾ ഒരു 8, 9, 10 ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 7 to 8 hours ഉറക്കം കമ്പൽസറി ആണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് ഇരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പകൽ സമയത്ത് ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നതും ഇതെല്ലാം. പിന്നെ കുറച്ച് വളർച്ചയും കാര്യങ്ങളും തീർച്ചയായിട്ടും വലിയ ക്ലാസ്സിലായി വലിയ കുട്ടികളായിരിക്കും വളർച്ചയുടെ ആ ഒരു ഫ്രീക്വൻസി കുറച്ച് കുറയും. എങ്കിൽ പോലും ഉറങ്ങുമ്പോഴാണ് ഒരു ഇമ്മ്യൂണിറ്റി കൂടുന്നതും വളരുന്നതും പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിലേക്ക് സെറ്റ് ആവുന്നതും അതുപോലെ തന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുന്നതും. അപ്പോൾ എക്സാമിന് തിരക്കാണെങ്കിൽ പോലും ഇനി എക്സാമിന് തലേ ദിവസമാണെങ്കിൽ പോലും ഒരു 7 to 8 hours ഉറങ്ങാതെ ഒരു പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ ഒരു പക്ഷേ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ റിക്കളക്ട് ചെയ്ത് എക്സാമിന് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഇമ്മ്യൂണിറ്റിക്കും മറ്റു പല കാര്യങ്ങൾക്കും. താങ്ക് യു.